സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് തരുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ കാർഡ് ഇന്നത്തെ ഓവറോൾ എനർജിയാണ്. രണ്ടാമത്തെ കാർഡ് എന്ത് ഗൈഡൻസ് ആണ്. മൂന്നാമത്തെ കാർഡ് എന്തിലാണെന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ കാർഡിൻ്റെ ഇന്നത്തെ എനർജി താങ്കളിലേക്ക് വരുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ ഹെർമിറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഹെർമിറ്റ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ഏകാന്തമായിരുന്ന് നമ്മൾ സത്യാന്വേഷണം നടന്നൊരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് താങ്കൾക്ക് അധികം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസമാണ്. ഒറ്റയ്ക്കിരുന്ന് കുറച്ച് നേരം ഒന്ന് ചിന്തിക്കണം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന എന്ത് കാര്യങ്ങളാണെങ്കിൽ ഫോക്കസ് ചെയ്യാം. ഇന്നൊരു ഏകാന്തതയുടെ എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത്. എന്ത് ഗൈഡൻസ് ആണെന്ന് യൂണിവേഴ്സ് തരുന്നത് ചോദിച്ചപ്പോൾ അത് ദ ഹീറോഫൻറ്റ് എന്ന് പറയുന്ന കാർഡാണ്. അതും ഒരു മേജർ ആർക്കാന കാർഡാണ്. ഇത് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഒരു വ്യക്തി ഇരിക്കുന്നു, മുകളിൽ ഒരു സ്റ്റെപ്സ് കാണുന്നു, ഇവിടെ ഒരു ഡിവൈൻ ലൈറ്റും കാണുന്നുണ്ട്. ഹീറോഫൻറ്റ് എന്ന് പറയുന്നത് പുതിയ അറിവിൻ്റെ കാർഡാണ്, പുതിയ പഠനത്തിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ആത്മീയമായിട്ടുള്ള വിജയം, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുക എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണം. അത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കരുതെന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രതീക്ഷിക്കണം, എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറുടെ സ്നേഹവും അവരുടെ സമാധാനവും സന്തോഷവുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നമ്മളിവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി താങ്കൾക്ക് പ്രാർത്ഥിക്കാം. നല്ല ബന്ധത്തിലുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഊർജ്ജം കൂടട്ടെ. എന്തെങ്കിലും പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അത് മാറട്ടെ. എന്തെങ്കിലും ബ്രേക്കപ്പോ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി പോട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. എന്ത് തന്നെയായാലും ഇന്ന് 2 കാർഡുകൾ എന്ന് പറയുന്നത് ചിന്തിക്കുക, നമ്മൾ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച്. എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പ് സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതാണ് ഇന്ന് താങ്കൾക്ക് പറഞ്ഞിട്ടുള്ളത്. അത് താങ്കൾക്ക് ലഭ്യമാകട്ടെ എന്ന് ഞാൻ താങ്കളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു ഡിയർ. ഹാവ് എ ഗുഡ് ഡേ.